വിമർശനങ്ങളെ ഭയപ്പെടുന്ന രണ്ടു പേർ, ഒന്ന് പ്രധാനമന്ത്രിയും മറ്റൊന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ്. അടിയന്തരാവസ്ഥ ദിനത്തിൽ തന്നെ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികളെ തുറന്നു കാട്ടേണ്ടത് ഈ നാടിന്റെ ചുമതലയും ഉത്തരവാദിത്വവുമാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് നേരത്തെ ഊതിപ്പെരിപ്പിച്ച ബലൂൺ പോലെ ഒരു കൂട്ടം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കേരളീയ സമൂഹത്തിൽ ഒരു ചിത്രമുണ്ടാക്കി. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നേരെ വിപരീതമാണ് സ്വീകരിക്കുന്ന നിലപാടുകൾ. ഓരോന്നായി തൊലി ഉരിച്ച് തുറന്നു കാട്ടുന്ന വിമർശന ശരങ്ങളാണിത്. കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞോ അതിന് നേരെ വിപരീതമാണ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ. കേന്ദ്ര സർക്കാർ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇന്ധനവില വർധനവ് നടപ്പിലാക്കുമ്പോൾ കേരളം നികുതി ഇളവ് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ആവശ്യപ്പെട്ടു. എങ്കിൽ മുഖ്യമന്ത്രി സതീശൻ നികുതി ഇളവ് നൽകുന്നത് മണ്ടൻ തീരുമാനമെന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സതീശനെ മാന്യമായി വിമർശിച്ച ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജവാദിനെ റിട്ടയർമെന്റിന് 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അയാൾ എന്റെ തല നഗ്നമായ മറ്റൊരു ചിത്രത്തിൽ വെട്ടിച്ചേർത്ത് പ്രചരിപ്പിച്ചു എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ആ മാതൃകാ അധ്യാപകനെ വ്യക്തിഹത്യയും സ്വഭാവഹത്യയും ചെയ്ത മുഖ്യമന്ത്രി, ആ അധ്യാപകൻ മുഖ്യമന്ത്രിക്കെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സ്വന്തം മുഖം രക്ഷിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വയനാട് തുരങ്കപാത നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതിൽ നിന്ന് മാറി ഇന്ന് തുരങ്ക പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സാമൂഹ്യ വിരുദ്ധനും വർഗീയവാദിയും മുസ്ലിം വിരുദ്ധനും ഒക്കെയായി ചിത്രീകരിച്ച സതീശനെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകനും BJPയുടെ ഘടകകക്ഷി നേതാവുമായ വെള്ളാപ്പള്ളിയുടെ മകൻ സതീശന്റെ വീട്ടിലെത്തി പൊന്നാടി അണിയിക്കുന്നു. കോൺഗ്രസ് മന്ത്രിമാരെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി കുനിഞ്ഞു നിന്ന് അനുഗ്രഹം വാങ്ങുന്നു. ഞങ്ങളുടെ നിലപാടെന്താ? വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്ന് തന്നെയാണ്. കേടുന്ന കൊണ്ടുവന്ന് വിൽക്കണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഞങ്ങൾ ആലോചിച്ചത് കേരളത്തിൽ പാഴായി പോകുന്ന ഗോവ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന, അതാണ് ഫെന്നി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഈ കശുമാങ്ങ, കേരളത്തിൽ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് മലബാറിൽ അതിൻ്റെ ഒരു സൊസൈറ്റി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലൊരു സൊസൈറ്റി, അതായത് സാധാരണ സഹകരണ മേഖല, ഞങ്ങൾ ഈ ഫെനിയുടെ മാതൃകയിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഈ കശുമാങ്ങ ഉപയോഗിച്ച് അതിൻ്റെ ടെക്നോളജി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുവാദം വേണം എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള, പിന്നെ പച്ചക്കറി, അതുപോലെ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വളരെ ഫലപ്രദമായി അവർ നഷ്ടപ്പെട്ടു പോകുന്ന, ആരും ഉപയോഗിക്കാതെ പാഴായി പോകുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കശുമാങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, വില കുറയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ പരിഹാരം കാണാൻ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എക്സൈസ് വകുപ്പും ഒക്കെ തീരുമാനിച്ചു.